ഹലോ, ഞാൻ അഞ്ജു. എനിക്കിന്ന് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാനുണ്ട്. അപ്പോൾ എനിക്ക് നല്ലതുപോലെ അറിയാം, ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും നല്ല തിരക്കിലായിരിക്കും നിങ്ങളെന്ന്. അല്ലേ? അപ്പോൾ നമ്മുടെ ഈ തിരക്ക് പിടിച്ച ഈ ജീവിതത്തിൽ നമ്മൾ പോലും വിചാരിക്കാത്തതും സംഭവിക്കാൻ പാടില്ലാത്തതുമായ ഒരുപാട് ബാഡ് ന്യൂസാണ് നമ്മളിപ്പോൾ ഡെയിലി കേട്ടുകൊണ്ടിരിക്കുന്നത്. അല്ലേ? അപ്പോൾ അങ്ങനത്തെ പ്രോബ്ലംസിലൊന്നും ചെന്ന് ചാടാതെ നമ്മുടെ കുട്ടികളെ മികച്ച ഒരാളായി വളർത്തിയെടുക്കുകയാണ് നമ്മൾ പാരൻസും ടീച്ചേഴ്സും ഒക്കെ ചെയ്യേണ്ടത്. നമ്മളിപ്പോൾ എന്താ ചെയ്യുക? നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും. അവർക്ക് ബുക്സ് ആണെങ്കിലും ബാഗ് ആണെങ്കിലും ഇനി കുടയാണെങ്കിലും ചെരുപ്പാണെങ്കിലും അവർ പറയുന്നത് എന്തും അങ്ങനെ എല്ലാ സഹായവും നമ്മൾ ചെയ്തു കൊടുത്ത് അവരെ സ്കൂളിലേക്ക് അയക്കും. ആ കൂട്ടത്തില് നമ്മുടെ മനസ്സിൽ കുറേ സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നില്ലേ? നടക്കാതെ പോയ സ്വപ്നങ്ങൾ. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ കുട്ടികളിൽ നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ചില പരിശ്രമങ്ങളൊക്കെ നടത്തും. അതും കൂടി കണ്ടിട്ടാണ് നമ്മൾ ഇവരെ സ്കൂളിലേക്ക് അയക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് പാരൻസിനോടും ടീച്ചേഴ്സിനോടും കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ ആഗ്രഹമുണ്ട്. കൂട്ടത്തിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ അതും കൂടി. കുട്ടികളെന്ന് പറയുമ്പോൾ അവർക്ക് സ്വതന്ത്രമായ കാഴ്ചപ്പാടുകളുണ്ട്. അതുപോലെ ഡിഫറെൻ്റ് ഐഡൻറ്റിറ്റി ഉള്ളവരാണ് കുട്ടികൾ. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. പിന്നെ അവർ പറയുന്നത് മാത്രമേ കേൾക്കാവൂ എന്നല്ല ഞാൻ പറയുന്നത്. അവരുടെ വാക്കുകൾക്കും അഭിപ്രായങ്ങൾക്കും ഒക്കെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. അതുപോലെ നമ്മളും കുറച്ചുകൂടി ഫോർവേഡായിട്ട് മീൻസ് നമ്മുടെ ചിന്താഗതികളൊക്കെ പഴഞ്ചൻ രീതികളൊക്കെ മാറ്റേണ്ട സമയം കഴിഞ്ഞു. ഇപ്പോൾ പഠിച്ച് ഹൈ മാർക്ക് ഹൈ ലെവലൊക്കെ എത്തിയ ഒരുപാട് നല്ല കഴിവുള്ള കുട്ടികൾക്ക് പലർക്കും വാല്യൂസ് എന്താണെന്നറിയില്ല. പാരൻസിനോടും ടീച്ചേഴ്സിനോടും ഫ്രണ്ട്സിനോടും ഇനി എന്താ നെയ്ബേഴ്സിനോട് പോലും എങ്ങനെ പെരുമാറണമെന്ന് പോലും അറിയാത്തവരാണ് നമ്മുടെ ചുറ്റിലുള്ള പലരും. അതുകൊണ്ട് തന്നെ ഇന്നത്തെ കാലത്ത് പഠിച്ച് ഒരുപാട് മാർക്ക് വാങ്ങി കൂട്ടിയിട്ടല്ല കാര്യം, വാല്യൂസ് അതിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. സോ എനിക്ക് ഇന്ന് പാരൻസിനോടും ടീച്ചേഴ്സിനോടും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. പാരൻസിനോട് ആദ്യം പറയാം. ഇപ്പോൾ അധികം പാരൻസും ചെയ്യുന്നത് മറ്റു കുട്ടികളുടെ മാർക്ക് ആദ്യം ചോദിക്കും, എന്നിട്ട് സ്വന്തം കുട്ടിയുടെ മാർക്കിനെ വിലയിരുത്തും. അല്ലേ? അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. മറ്റു കുട്ടികളുടെ മാർക്ക് ചോദിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ വിലയിരുത്താതിരിക്കുക. അതാദ്യം ചെയ്യുക. ഇനി ടീച്ചേഴ്സിനോട് കുട്ടികളെ നന്നായി എൻകറേജ് ചെയ്യുക. അവരുടെ കുറ്റങ്ങൾ മാത്രം കാണുന്നവരായി നമ്മൾ മാറരുത്. ഈ അടുത്തൊരു ദിവസം എൻ്റെ ക്ലാസ്സിൽ ഒരു ഹൈ മാർക്ക് കിട്ടിയവരുണ്ടായിരുന്നു. കുറച്ച് പേര് ഹൈ മാർക്ക് കിട്ടിയവരും ഇനി ഈ കൂട്ടത്തിൽ തോറ്റ 2-3 പേരുണ്ടായിരുന്നു. ഞാൻ ആ തോറ്റവർക്ക് എന്ത് ചെയ്തു? നല്ല ക്ലാപ്പ് കൊടുക്കാൻ പറഞ്ഞു. അന്നേരം ഇതില് ഹൈ മാർക്ക് കിട്ടിയവര് എന്നോട് ചോദിക്കുകയുണ്ടായി, അതെന്തേ മാം, അവന്റെ ആൻസർ ഷീറ്റിലെ ഫുൾ റെഡിങ് ആണല്ലോ, പിന്നെ എന്തിനാ മാം അവർക്ക് ഞങ്ങൾ ക്ലാപ്പ് കൊടുക്കണം? അവിടെ ആ കുട്ടിയുടെ ആത്മവിശ്വാസം ചോരാതെ നോക്കുക എന്ന് പറയുന്നത് നമ്മൾ ടീച്ചേഴ്സിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അല്ലെ? അവരെയും നമ്മൾ എന്ത് ചെയ്യണം? ഫ്രണ്ടിലോട്ട് തന്നെ കൊണ്ടുവരണം. എന്ന് വെച്ച് മാർക്ക് കുറഞ്ഞ കുട്ടിയെ നമുക്ക് വഴക്ക് പറയണ്ട, അല്ലെങ്കിൽ അവനെ ശ്രദ്ധിക്കേണ്ട എന്നല്ല ഞാൻ പറയുന്നത്. അവന് ആ മാർക്ക് കുറഞ്ഞതിനുള്ള കാര്യം എന്തെന്ന് ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കണം. പക്ഷെ പലപ്പോഴും നമ്മൾ അതൊന്നും ശ്രദ്ധിക്കാറില്ല. അതുകൊണ്ട് ആ സിസ്റ്റം തന്നെ നമ്മൾ മാറ്റിയേ മതിയാവും. പക്ഷെ ഒരുപാട് സ്കൂളുകൾ ഇപ്പോൾ അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട്. മാർക്ക് കുറഞ്ഞ കുട്ടികളെയും ഫ്രണ്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള കുറേ ട്രെയിനിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അഡ്വാൻസ്ഡ് ആയ ഒത്തിരി സ്കൂളുകളുണ്ട്. ഇനി വേറൊന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള കാര്യമാണ്, ഇന്നത്തെ നമ്മുടെ മക്കൾ സ്വന്തം കാര്യം മാത്രം നോക്കുന്നവരാണ്. ടീച്ചേഴ്സിനോട് റെസ്പെക്റ്റ് ഇല്ല, ഫ്രണ്ട്സിനോട് നല്ല സൗഹൃദമില്ല, ഒന്നും കാണുന്നില്ല അവരിൽ. ഇതൊന്നും ഇല്ലാതെ എത്ര വലിയ ജോലി കിട്ടിയിട്ടും എത്ര വലിയ സാലറി വാങ്ങിയിട്ടൊന്നും ഒരു കാര്യവുമില്ല. പലപ്പോഴും പല പാരൻസും പറയുന്ന ഒരു കംപ്ലൈന്റ് ഉണ്ട്, മാം എൻ്റെ മോൾക്ക് മോശം കൂട്ടുകെട്ടാണ്, അല്ലെങ്കിൽ എൻ്റെ മകന് മോശം കൂട്ടുകെട്ടാണ്. പക്ഷെ ഈ പറയുന്ന അമ്മയോ അച്ഛനോ അറിയുന്നില്ല, ചിലപ്പോൾ അവരുടെ മക്കളായിരിക്കാം മോശമായിട്ടുള്ളത് ആ ഗ്യാങ്ങില്. അല്ലെ? അങ്ങനെയും വരാം. അപ്പോൾ ഈ പാരൻസ് എന്ത് ചെയ്യുക? ശരിക്കും നമ്മുടെ കുട്ടികളുടെ കൂട്ടുകെട്ട് നല്ലതാണോ മോശമാണോ എന്ന് അറിയാനായിട്ട് ശ്രമിക്കണം. എന്നിട്ട് നല്ല കൂട്ടുകെട്ടിനെ പ്രോത്സാഹിപ്പിക്കുകയും വേണം.
അതെങ്ങനെയാ ഫ്രണ്ട്ഷിപ്പ് നല്ല ഫ്രണ്ട്ഷിപ്പിനെ എൻകറേജ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഫംഗ്ഷൻ വരുവോ, ഇനി അവരുടെ വീട്ടിൽ എന്തെങ്കിലും ഫംഗ്ഷൻ വരുവോ, ഇപ്പോൾ ബർത്ത്ഡേ പോലുള്ള ഫംഗ്ഷൻസ് ഒക്കെ വരുമ്പോൾ പാരൻസ് ഉണ്ടായിരിക്കണം. പാരൻസ് ഇല്ലാതെയല്ല, പാരൻസിന്റെ അറിവോടുകൂടി നമുക്ക് അവരെ വീട്ടിലേക്ക് ക്ഷണിക്കാം. അങ്ങനെയൊക്കെ നമുക്ക് കുഞ്ഞു കുഞ്ഞു പ്രോത്സാഹനങ്ങൾ കൊടുക്കാവുന്നതാണ്. അതുപോലെ പ്രധാനപ്പെട്ട ഒരു കാര്യം ആണ്, നമ്മളിപ്പോൾ 10th പ്ലസ് ടുവിലോ ഒക്കെ ചെന്ന് കഴിഞ്ഞാൽ ഒരു 5th പീരീഡൊക്കെ ആണെങ്കിൽ കുട്ടികൾ നല്ല ക്ഷീണമാണ്, ചിലർക്ക് ഉറക്കം വരുന്നുണ്ടാവും. പിന്നെ ഒരു 12:30 കൂടി തന്നെ വിശക്കുന്നു വിശക്കുന്നു എന്ന് വിളിക്കാനായിട്ട് തുടങ്ങും. അപ്പോൾ അതും പാരൻസ് ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. ഈ പറഞ്ഞ ഉറക്കവും അവരുടെ ഭക്ഷണക്രമവും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കണം. പ്രോപ്പറായിട്ട് കുട്ടി ഉറങ്ങുന്നുണ്ടോ? ചില കുട്ടികളുണ്ട് പലപ്പോഴും മൊബൈൽ ഫോണിലും ടി വിയിലും ഒക്കെ ആയിട്ട് കുറേ സമയം ഉറങ്ങാതെ ഇങ്ങനെയിരിക്കും. അപ്പോൾ അത് അവരുടെ എഡ്യൂക്കേഷനെയും ഒരുപാട് കാര്യമായിട്ട് തന്നെ ബാധിക്കും. സോ അത് പാരൻസ് ശ്രദ്ധിക്കുക. ഫുഡിന്റെ കാര്യത്തിലും ശ്രദ്ധിക്കണം. അവർക്ക് ആവശ്യമായ ഉറക്കം കിട്ടുന്നുണ്ടോ, വിശ്രമമുണ്ടോ, ഇതൊക്കെ പാരൻസ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. പല കുട്ടികളും ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്തിട്ടാണ് സ്കൂളിലേക്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾ പാരൻസ് അത് ശ്രദ്ധിക്കുക തന്നെ വേണം. ലഞ്ച് സ്കിപ്പ് ചെയ്താലും ഓക്കെ, ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാൻ ഒരു കാരണവശാലും കുട്ടികളെ അനുവദിക്കരുത്. ഇനി പാരൻസിനോട് എനിക്ക് പറയാനുള്ളത്, പലപ്പോഴും പാരൻസ് ടീച്ചേഴ്സിൻ്റെ അടുത്തേക്ക് ഓടി വരുന്നത് തൻ്റെ കുട്ടികളുടെ കുറ്റങ്ങളും കുറവുകളും ഒക്കെ പറയാനായിട്ടാണ്. അപ്പോൾ ഈ അടുത്തൊരു ദിവസം ഒരു ഇൻസിഡൻ്റ് ഉണ്ടായി. ഒരു പാരൻ്റ് എന്നോട് വന്ന് പറഞ്ഞു, മാം എന്നോട് ചോദിച്ചു, മാം മോൻ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു. ക്ലാസ്സിൽ എങ്ങനെയാണ്, ഓക്കെ ആണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, മോൻ നന്നായിട്ട് പഠിക്കുന്നുണ്ട്, അവൻ മിടുക്കനാണ്, നോട്ട്സൊക്കെ കറക്റ്റായിട്ട് എഴുതുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞു തുടങ്ങുമ്പം തന്നെ ആ അമ്മ എന്നോട് പറഞ്ഞു, ടീച്ചർ അല്ലെങ്കിലും അങ്ങനെയേ പറയൂ. പാരൻസിനോട് എനിക്ക് പറയാനുള്ളത്, ഏതൊരു കുട്ടിക്കും നെഗറ്റീവ്സും പോസിറ്റീവ്സും ഉണ്ടാകും. അപ്പോൾ ഏത് പേരൻറ്റിനോടായാലും നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ടീച്ചേഴ്സ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ആദ്യം പോസിറ്റീവ് സൈഡ്സ് പറയും, എന്നിട്ടേ നെഗറ്റീവ്സ് പറയൂ. അത് നെഗറ്റീവ്സ് ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയും. അപ്പോൾ ഒരിക്കലും നിങ്ങൾ പാരൻസ് നിങ്ങളുടെ കുട്ടികളുടെ ടീച്ചേഴ്സിൻ്റെ ഫ്രണ്ടിലോ അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സിൻ്റെ ഫ്രണ്ടിലോ വെച്ചിട്ടോ അവൻ്റെ കുറ്റം, അല്ലെങ്കിൽ അവൻ പഠിക്കുന്നില്ല അങ്ങനെ മറ്റുള്ളവരുടെ ഫ്രണ്ടിൽ വച്ച് പറയാതിരിക്കുക. സത്യമായിരിക്കാം, ചിലപ്പോൾ കുട്ടിക്ക് കുറ്റവും കുറവും ഒക്കെ ഉണ്ടായിരിക്കും. പക്ഷെ നമ്മൾ പാരൻസ് ആയാലും ടീച്ചേഴ്സ് ആയാലും കുട്ടികളുടെ പോസിറ്റീവ് സൈഡ്സ് പറഞ്ഞിട്ട് മാത്രമേ നെഗറ്റീവ്സ് പറയാനായിട്ട് പാടുള്ളൂ. അപ്പോൾ മാത്രമാണ് കുട്ടി ശരിക്കും അത് ഉൾക്കൊള്ളാനും അത് മാറ്റാനും ഒക്കെ അവനത് കഴിയുള്ളൂ. കുറ്റം നമ്മൾ കാണിച്ചു കൊടുക്കണം, വേണ്ടാന്നല്ല, ഒപ്പം നമ്മൾ ആ നന്മയെയും പ്രോത്സാഹിപ്പിക്കണം. അതിനി പാരൻ്റ് ആയാലും ശരി, ടീച്ചേഴ്സ് ആയാലും ശരി. നമ്മുടെ മക്കൾക്ക് നല്ല മാർക്ക് കിട്ടണമെങ്കിൽ അവർ മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല, നമ്മൾ പാരൻസും കൂടി ഒന്ന് ശ്രദ്ധിച്ചേ പറ്റൂ. ഇപ്പോൾ എക്സാം ഡേയ്സ് അവരോട് സ്നേഹത്തോടെ നല്ല കെയർ ചെയ്ത് സംസാരിക്കുക, മാക്സിമം അവരെ മോട്ടിവേറ്റ് ചെയ്യുക. ഇനി പഠിക്കുക എന്ന് പറഞ്ഞിട്ട് എപ്പോഴും അവരെ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കുക. നമ്മളങ്ങനെ ചെയ്താൽ നോർമലി അവർക്ക് നമ്മളെ എതിർക്കാനുള്ള മനോഭാവം മാത്രമേ ഉണ്ടാവുള്ളൂ. അത് കൂടി വരും. ഇനി നിങ്ങളുടെ കുട്ടിയെ മറ്റൊരു കുട്ടിയുമായി ഒരിക്കലും കമ്പയർ ചെയ്യരുത്. അവരുടെ കഴിവിൻ്റെ പരമാവധി മാർക്ക് വാങ്ങാൻ അവരെ നമ്മൾ എൻകറേജ് ചെയ്യുക മാത്രം മതി. ഇനി എൻ്റെ മകൻ പഠിക്കുന്നില്ല അല്ലെങ്കിൽ എൻ്റെ മകൾ പഠിക്കുന്നില്ല, ഇങ്ങനെയൊന്നും അവരുടെ ഫ്രണ്ടിൽ വെച്ച് മറ്റുള്ളവരോട് നിങ്ങൾ ഒരിക്കലും പറയരുത്. പിന്നെ ലാസ്റ്റ് എന്ന് പറയുന്നത്, പല പാരൻസും നമ്മുടെ കാലത്ത് ഇങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ നമ്മളിങ്ങനെയായിരുന്നു, ഞങ്ങളുടെ കാലത്ത് അങ്ങനെയായിരുന്നു, പിന്നെ അതുപോലെ ഞാൻ നിന്നെ പഠിപ്പിക്കാനായിട്ട് ഒരുപാട് ത്യാഗം സഹിച്ചു, അങ്ങനെയൊന്നും എക്സാം സമയത്ത് അവരോട് പറയാതിരിക്കുക. പ്രത്യേകിച്ച് എക്സാം ടൈമിൽ അതവർക്കൊരു മടുപ്പ് തോന്നുകയുള്ളൂ, അല്ലാതെ ഒരു ഗുണവും അതുകൊണ്ടും ഇല്ല. അതുപോലെ എപ്പോഴും പാരൻറ്റും ടീച്ചറും തമ്മിൽ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് മനസ്സിലാകും, ആ എൻ്റെ ടീച്ചർ എൻ്റെ അമ്മയോട് അല്ലെങ്കിൽ അച്ഛനോട് കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്, എൻ്റെ കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട് എന്ന് അവർക്ക് മനസ്സിലാവും. അപ്പോൾ ആ ഒരു കമ്മ്യൂണിക്കേഷൻ, പാരൻറ്റ് ടീച്ചർ റിലേഷൻഷിപ്പ് നിങ്ങൾ നിലനിർത്തുക തന്നെ വേണം. സോ കുട്ടികളുടെ കാര്യങ്ങൾ മനസ്സിലാക്കി കുട്ടികളോടൊപ്പം അവരോടൊപ്പം ലിസൺ ചെയ്ത് അവർ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലാക്കി അവരിലൂടെ ചിന്തിക്കുക. അതാണ് ഏറ്റവും പെർഫെക്റ്റ് ആയ മെത്തേഡ്. നമ്മളതിനെ അതോറിറ്റേറ്റീവ് പാരൻറ്റിങ് എന്നൊക്കെ വിളിക്കാറുണ്ട്. എൻ്റെ കുട്ടിക്ക് ഒരു അപാകത ഉണ്ടെങ്കിൽ അതിലൊരു പങ്ക് പാരൻസിനുണ്ട്, തീർച്ചയായും അതുപോലൊരു പങ്ക് അവനെ പഠിപ്പിച്ച ടീച്ചേഴ്സിനും ഉണ്ട്, ഇല്ലേ?
അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു തെറ്റായ വഴിയിലേക്ക് കൊണ്ടുപോകാതെ മികച്ച ഒരാളായി വളർത്തിയെടുക്കുക എന്നതാണ് പാരൻസിൻ്റെയും ടീച്ചേഴ്സിൻ്റെയും ഡ്യൂട്ടി എന്ന് പറയുന്നത്. അല്ലേ? അങ്ങനെ തന്നെ അല്ലേ? അപ്പോൾ നല്ല മക്കളായി വളരട്ടെ. നമുക്ക് ടീച്ചേഴ്സിനും പാരൻസിനും അവരോടൊപ്പം നിൽക്കാം. അടുത്തൊരു വീഡിയോയിൽ കാണാം.